Hello everyone. So in this video I am going to explain about transactions and concurrency control from module 5. So module 5 is mainly dealing with transactions and concurrency control. There we are discussing transactions, then nested transactions, locks, and optimistic concurrency control. Okay, these are the topics that comes under module 5. അതിൽ നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഹൗ കൺകറന്റ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി കൺട്രോൾഡ്. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലയൻറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് സെർവർ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ക്ലയൻറ്റിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെർവറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് പല ക്ലയൻസിൽ നിന്ന്. ഇപ്പോൾ സെർവർ ഓരോ ഓപ്പറേഷനും ചെയ്യുമ്പോൾ കൺകറൻസി വിൽ ബി ദെയർ അല്ലേ, കൺകറന്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കൺകറന്റ് എക്സിക്യൂഷൻ ഓഫ് റിക്വസ്റ്റ് വിൽ ബി ദെയർ. അപ്പോൾ കൺട്രോള് സ്വിച്ച് ചെയ്ത് ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് പോകാം. ആ സമയത്ത് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് തന്നെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ടൈമിൽ അത് ഒരു ഇൻഡിവിസിബിൾ യൂണിറ്റ് ആയിട്ട് തന്നെ ആ ഒരു പേയ്മെൻറ്റ് നടക്കണം. നമ്മളോട് അവർ തന്നെ പറയും പേയ്മെൻറ്റ് നടക്കുകയാണ്, റിഫ്രഷ് ചെയ്യുകയോ ബാക്ക് അടിക്കുകയോ ചെയ്യരുതെന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഇടയ്ക്ക് വെച്ച് കൺട്രോൾ വേറൊരു ആപ്ലിക്കേഷനിലോട്ട് പോയാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ആ ട്രാൻസാക്ഷൻ മേ നോട്ട് ബി കംപ്ലീറ്റ്, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പറ്റി അത് ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസസിലാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് തന്നെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ടു ട്രാൻസാക്ട് സം എമൗണ്ട് ഓഫ് മണി ടു സം അതർ അക്കൗണ്ട്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻ കേസ് ഇഫ് യു ബൈ സംതിങ് ഫ്രം എ സൈറ്റ്, അതൊക്കെയാണ് ക്രിട്ടിക്കലായിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ അത് കൺകറൻ്റായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ വരാവുന്ന പ്രശ്നങ്ങളും എന്താണ് ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so we can see what is a transaction. Okay, a transaction is specified by a client as a set of operations on objects to be performed as an indivisible unit by the servers managing those objects. Okay, അപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റ് സെർവർ ഇൻട്രാക്ഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ക്ലയൻറ്റ് കുറേ ഓപ്പറേഷൻസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ്. അത് പെർഫോം ചെയ്യേണ്ടത് സെർവർ സൈഡിലുള്ള ഒബ്ജക്ട്സിലാണ്. ആ സെർവേഴ്സ് ആയിരിക്കും ആ ഒബ്ജക്ട്സിനെ മാനേജ് ചെയ്യുന്നത്. ആ ഒബ്ജക്ട്സിനെ ആ ഓപ്പറേഷൻസ് ഒരു ഇൻഡിവിസിബിൾ യൂണിറ്റ് ആയിട്ട് പെർഫോം ചെയ്യുക, അതിനെയാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദർ മേ ബി മെനി നമ്പർ ഓഫ് റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻറ്റ്, പക്ഷെ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് വേറെ കൺട്രോളൊന്നും സ്വിച്ച് ആവാതെ അത് കംപ്ലീറ്റ്ലി, അതായത് ഇത് ഡിവിസിബിൾ അല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഗോൾ ഈസ് ടു എൻഷുവർ ദാറ്റ് all of the objects managed by the server remain in a consistent state when they are accessed by multiple transactions and in the presence of server crashes. അപ്പം നമ്മുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ സെർവർ നമ്മളൊരാളാണോ ഒരു സമയത്തൊരു സാധനം മേടിക്കുന്നത്? അല്ലല്ലോ, ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ആ സെർവറിലായിട്ടുള്ള ഇത് റിക്വസ്റ്റുകൾ അയക്കുന്നുണ്ട്, പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെ നടന്നാലും ആ സെർവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. വാട്ട് യു മീൻ ബൈ കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡേറ്റ എല്ലാവർക്കും ഒരേ രീതിയിൽ, അതായത് ഒരാൾക്ക് കിട്ടുന്ന ഒരു ഡേറ്റ വേറൊരാൾക്ക് വേറൊരു ഡേറ്റ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം അത്. ആൻഡ് ക്രാഷ് വന്നാലും അതൊന്നും യൂസറിനെ അറിയിക്കാതെ അത് റോൾ ബാക്ക് ചെയ്ത് റിക്കവർ ചെയ്ത് യൂസറിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇസ് ദ മെയിൻ ഗോൾ ഓഫ് എ ട്രാൻസാക്ഷൻ.
ഓക്കെ. ആൻഡ് ഇങ്ങനെ ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ബാക്ക് ടു പഴയ സ്റ്റേറ്റിലേക്ക് ആ ഒബ്ജക്ട്സിനെ റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെയാണ് റിക്കവറബിൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂഷ്വലി ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് ഒന്നുമല്ലെങ്കിൽ വോളറ്റൈൽ മെമ്മറി ലൈക്ക് റാമിലായിരിക്കാം, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് മെമ്മറി ലൈക്ക് ഹാർഡ് ഡിസ്കിലായിരിക്കാം. ഓക്കെ. അപ്പോൾ വോളറ്റൈൽ മെമ്മറിയിലാണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അതൊരു പെർമനന്റ് സ്റ്റോറേജ് അല്ല. ഓക്കെ. അപ്പോൾ ഈ ക്രാഷൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ എ പെർസിസ്റ്റന്റ് സ്റ്റോറേജ്. പെർസിസ്റ്റന്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് പോലെയുള്ള ഒരു സ്റ്റോറേജിൽ ഇതിൻ്റെ സഫീഷ്യന്റ് ഇൻഫർമേഷൻ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്ട്സ് ടു ബി റിക്കവേർഡ് അത് സ്റ്റോർ ചെയ്തിരിക്കണം. അതായത് ഇപ്പം ഒരു ട്രാൻസാക്ഷൻ നടക്കുമായിരുന്നു, ആ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ സെർവർ ക്രാഷായി. അപ്പോൾ ആ ഒബ്ജക്ട്സ് ഒരു ഒരു ട്രാൻസാക്ഷൻ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇടയ്ക്ക് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മണി പേയ്മെൻ്റ് ആണെങ്കിൽ ഒരു ബാലൻസ് എന്തെങ്കിലും ഒരു വിത്ഡ്രോവൽ നടക്കുവാണെന്ന് വെച്ചോ, അപ്പോൾ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്തു, പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഇവിടെ ക്രെഡിറ്റ് ആവാത്ത ഒരു അവസ്ഥ വരും. അപ്പം എന്ത് ചെയ്യണം? അതിനെ റിക്കവർ ചെയ്ത് അതിൻ്റെ പ്രീവിയസ് പെർമനന്റ് സ്റ്റേറ്റിലേക്ക് അതിനെ റീസ്റ്റോർ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്ത എമൗണ്ട് വീണ്ടും ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, കറക്റ്റായി. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ദിസ് എനേബിൾസ് സെർവേഴ്സ് ടു മേക്ക് ഒബ്ജക്ട്സ് റിക്കവറബിൾ. അപ്പം ഇങ്ങനെ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ക്രാഷ് വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പെർമനന്റ് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്ട്സിനെ നമ്മൾ റിക്കവറബിൾ ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. നൗ ദർ ആർ സം പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ട്രാൻസാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള എക്സാമ്പിളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ വിത്ഡ്രോ, ഡെപ്പോസിറ്റ്, അഗെയിൻ സി ഡോട്ട് വിത്ഡ്രോ, ബി ഡോട്ട് ഡെപ്പോസിറ്റ്, ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ചില ഓപ്പറേഷൻസ് ഒന്നിച്ച് തന്നെ നടന്നില്ലെങ്കിൽ പ്രശ്നമുള്ളത് ഉണ്ടാവും, ചിലത് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ. സോ വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ്? ദ പ്രോപ്പർട്ടീസ് ആർ റെഫേർഡ് ടു as acid properties. A stands for atomicity, C for consistency, I for isolation, and D for durability. These are the four properties. ഡേറ്റാബേസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ആസിഡ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിസിറ്റി. എ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഓൾ ഓർ നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ എല്ലാ എഫക്ട്സും, ഓൾ ദ ഓപ്പറേഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഒബ്ജക്ട്സ്. Or if it fails or is deliberately aborted, it has no effect at all. ഓക്കെ. അതായത് ഒന്നുമല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നടന്നിരിക്കണം. അതല്ല എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ അതിന് ഒരു എഫക്റ്റും ഉണ്ടാവരുത് ഒരിടത്തും. ഇറ്റ് ഹാസ് നോ എഫക്റ്റ് അറ്റ് ഓൾ. അങ്ങനെയുള്ളതിനെയാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ പെർമനന്റ് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കും. അതിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതല്ല, ഫെയിലായെങ്കിൽ അതിനെ തിരിച്ച് റോൾ ബാക്ക് ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് റെഫേർഡ് ടു as ഫെയിലിയർ അറ്റോമിസിറ്റി. ഓക്കെ. നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കൺസിസ്റ്റൻസി. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സെയിം ഡേറ്റ തന്നെ പലയിടത്തും പല ട്രാൻസാക്ഷനും പല വാല്യൂസ് കിട്ടുന്ന അവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും സിസ്റ്റം ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ നിന്ന് വേറൊരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേട്ടായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഐസൊലേഷൻ. ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരും ഇടയ്ക്ക് വന്ന് അത് ശല്യപ്പെടുത്താതെ നോക്കുക. കാരണം അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. സോ
it must be performed without interference from other transaction. In other words, intermediate effects of a transaction must not be visible to other transaction. അതായത് ഇടയ്ക്കുള്ള എഫക്ട്സ് ഒന്നും വേറെ ആർക്കും വിസിബിൾ ആവരുത് എന്ന് പറഞ്ഞാൽ വേറെ ആരും ഈ ട്രാൻസാക്ഷനെ ഇന്റർഫിയർ ചെയ്യരുത്. Then durability, it guarantees that once a transaction has been committed, it will remain committed even in the case of a system failure. All its effects are stored in permanent storage. അതാണ് നേരത്തെ പറഞ്ഞത് ഡ്യൂറബിലിറ്റി. അതായത് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുക, ഡേറ്റാബേസിലൊക്കെ കമ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ടേബിൾസിലൊക്കെ, ലാസ്റ്റ് നമ്മൾ കമ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സേവ് ആയി, പെർമനൻ്റ്ലി ഡേറ്റാബേസ് സെർവറിലേക്ക് സേവ് ആയി എന്നാണ് മീനിങ് അല്ലേ. സിമിലർലി ഹിയർ ഓൾസോ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പോലും അതിനെ പെർമനൻറ്റ് സ്റ്റോറേജിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റണം. അതായത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പെർമനൻറ്റ് സ്റ്റോറേജിൽ സേവ് ചെയ്യണം. ഓക്കെ. So to achieve failure atomicity and durability, objects must be recoverable. Recoverable ആയിരിക്കണം objects. A server that supports transaction must synchronize the operation sufficiently to ensure that isolation requirement is met. അപ്പോൾ ഈ ഐസൊലേഷൻ റിക്വയർമെൻ്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പ്രോപ്പർ സിങ്ക്രണൈസേഷൻ വേണം. നമ്മൾ സെമാഫോർ സിങ്ക്രണൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സ് കയറുമ്പോൾ വേറെ ആർക്കും അതിൽ കയറാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് ഐസൊലേഷൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. Okay. Now consistency ensures that transaction can only bring the database from one valid state to another. As an example of consistency, suppose that in a banking example, an object holds the sum of all the account balances and its value is used as the result of branch total. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. ഒരു ഒബ്ജക്റ്റിൽ ആ ബാങ്കിലുള്ള എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസിൻ്റെ സം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബ്രാഞ്ച് ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വഴി നമുക്ക് അത് റിസൾട്ടായിട്ട് കിട്ടും. ഇനി ക്ലയൻസിന് ഓരോരുത്തർക്കും അവരുടെ ബാലൻസ് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ദർ ഇസ് എ ഫംഗ്ഷൻ കോൾഡ് ബ്രാഞ്ച് ടോട്ടൽ ടു ഒബ്റ്റെയിൻ ദ ബാലൻസസ് ഓഫ് ഓൾ ദ അക്കൗണ്ട്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബാങ്ക്. അത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് അറിയണമെങ്കിൽ എനിക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ഗെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് ഓരോ അക്കൗണ്ടിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാലൻസ് എടുത്തിട്ട് അതിൻ്റെ സം എടുത്താലും ബ്രാഞ്ച് ടോട്ടൽ വഴി എടുക്കുന്ന സമ്മും സെയിം ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയും? ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. ഫോർ കൺസിസ്റ്റൻസി ദേ ഷുഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട് ഫ്രം ബോത്ത് മെത്തേഡ്സ്. ഓക്കെ. അപ്പോൾ ഏത് മെത്തേഡ് വഴിയാണെങ്കിലും സെയിം റിസൾട്ട് കിട്ടണം. സോ ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ദ ഡെപ്പോസിറ്റ് ആൻഡ് വിത്ഡ്രോ ഓപ്പറേഷൻസ് മസ്റ്റ് അപ്ഡേറ്റ് ദ ഒബ്ജക്റ്റ് ഹോൾഡിംഗ് ദ സം ഓഫ് ഓൾ അക്കൗണ്ട് ബാലൻസസ്. അപ്പോൾ മെയിൻലി ബാങ്കിൽ നടക്കാവുന്ന മെയിൻ രണ്ട് ഓപ്പറേഷൻസ് ഡെപ്പോസിറ്റും വിത്ഡ്രോയുമാണ്. അപ്പോൾ അത് നടക്കുമ്പോഴൊക്കെ ഏതൊക്കെ ഒബ്ജക്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ. നൗ കോർഡിനേറ്റർ ഇൻ്റർഫേസ്. ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് ഓരോ ട്രാൻസാക്ഷനും ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ദർ ഇസ് ആൻ ഇൻ്റർഫേസ്. അത് ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ച് വേരി ചെയ്യും. നമ്മളിപ്പോൾ ഒരു ജനറൽ കൺസെപ്റ്റായിട്ടാണ് പറയുന്നത്. കോർഡിനേറ്റർ, ദർ ഷുഡ് ബി സം കോർഡിനേറ്റർ. ഓക്കെ. അപ്പോൾ അതിനൊരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ ഉണ്ട്, റെഫർ ടു എസ് TID. ആൻഡ് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ട്രാൻസാക്ഷൻ മെത്തേഡാണ് കോർഡിനേറ്റർ വർക്ക് ചെയ്യിക്കുന്നത്. അതിനുശേഷം ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ അലോക്കേറ്റ് ചെയ്യും ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷന്, എന്നിട്ട് അത് ക്ലയൻറ്റിന് റിട്ടേൺ ചെയ്യും. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ക്ലയൻറ്റ് ക്യാൻ ഇൻവോക്ക് ക്ലോസ് ട്രാൻസാക്ഷൻ മെത്തേഡ് ടു ഇൻഡിക്കേറ്റ് ഇറ്റ്സ് എൻഡ്. ഓക്കെ. അപ്പോൾ ഒരു നോർമൽ രീതിയിലാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആദ്യം ഓപ്പൺ ട്രാൻസാക്ഷൻ മെത്തേഡ് എക്സിക്യൂട്ടഡ് ആവും. ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ക്ലോസ് ആണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും
സേവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഫോർ സം റീസൺ ക്ലയൻറ്റ് വാണ്ട്സ് ടു അബോർട്ട് എ ട്രാൻസാക്ഷൻ ഇറ്റ് ഇൻവോക്സ് ദ അബോർട്ട് ട്രാൻസാക്ഷൻ മെത്തേഡ്. ഓൾ ഓഫ് ഇറ്റ്സ് എഫക്ട് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം സൈറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലയൻറ്റ് ഇപ്പോൾ വിചാരിക്കുക ഓക്കെ എനിക്ക് ഈ ട്രാൻസാക്ഷൻ വേണ്ട ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, നൗ അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം കാണും, കുറച്ച് റിക്കവറബിൾ ഒബ്ജക്ട്സ് കാണും, ഒരു കോർഡിനേറ്റർ കാണും. ഇവരെല്ലാവരുടെയും കൂടെ കോപ്പറേഷൻ വഴിയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ക്ലയൻ്റ് ആണ് സീക്വൻസ് ഓഫ് ഇൻവൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. അതിനുശേഷം ഓപ്പൺ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് ആവും. ഇറ്റ് വിൽ റിട്ടേൺ എ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ. എന്തെങ്കിലും എക്സ്ട്രാ ആർഗ്യുമെൻറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ അത് പറ്റും. ദെൻ അത് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ട്രാൻസ് ഇസ് ദ ട്രാൻസാക്ഷൻ ഐ ഡി. ഇവിടെ ട്രാൻസാക്ഷൻ ഐ ഡി ട്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ട്. അപ്പം ഓരോ ട്രാൻസാക്ഷൻ്റെയും കൂടെ ഓരോ ഓപ്പറേഷൻ്റെയും കൂടെ അത് ഏത് ട്രാൻസാക്ഷൻ്റെ ഭാഗമാണോ അതിൻ്റെ ഐ ഡിയും കൂടെ ക്യാരി ചെയ്യും. സോ ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഡെപ്പോസിറ്റ് എമൗണ്ട് ഇൻ ദ അക്കൗണ്ട് ഫോർ ട്രാൻസാക്ഷൻ വിത്ത് TID ട്രാൻസ്ന്ന് ഉള്ള TID ഉള്ള ട്രാൻസാക്ഷനിൽ ഇന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഇവർ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ മിഡിൽ വെയേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ യൂസർ ക്ലയൻറ്റ് അവെയർ ആവണമെന്നില്ല, അത് ഇൻസ്റ്റോൾഡ് ആയിരിക്കും അതിനുള്ള ഫെസിലിറ്റീസ്. അവരത് ഡീൽ ചെയ്തോളൂ. ഇപ്പോൾ കോർബയിലാണെങ്കിൽ ഇതിനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓപ്പൺ ട്രാൻസാക്ഷൻ, ക്ലോസ് ട്രാൻസാക്ഷൻ, അബോർട്ട് ട്രാൻസാക്ഷൻ, ഓൾ ദീസ് മെത്തേഡ്സ് ആർ അവൈലബിൾ ഇൻ കോർബ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് കോർബയിൽ. ഓപ്പൺ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് എ ന്യൂ ട്രാൻസാക്ഷൻ ആൻഡ് ഡെലിവേഴ്സ് എ യൂണീക് TID. ഓക്കെ, ഒരു യൂണീക് TID റിട്ടേൺ ചെയ്യും. ലെറ്റ് ഇറ്റ് ബി ട്രാൻസ്. ദിസ് ഐഡൻറ്റിഫയർ is used in the other operations in the transaction will be used. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റിഫയർ ആണ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ കമ്മിറ്റ്, അതായത് എൻഡ് ചെയ്യുമ്പോൾ നോർമൽ ഒരു എൻഡ് ആണെങ്കിൽ കമ്മിറ്റ് റിട്ടേൺ വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഹാസ് കമ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ എൻഡ് ആണെങ്കിൽ കമ്മിറ്റ് എന്ന് പറഞ്ഞ റിട്ടേൺ വാല്യൂ ഉണ്ടാവും ക്ലോസിന്. അതിൻ്റെ അർത്ഥം ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പെർമനൻറ്റ് ഡേറ്റ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്തു. അബോട്ടാണ് റിട്ടേൺ വാല്യൂ എങ്കിൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് അബോട്ടഡ്, അത് ക്യാൻസൽ ചെയ്തു എന്നാണ് മീനിങ്. ഓക്കെ, അബോട്ട് ട്രാൻസാക്ഷനും വി നീഡ് ടു സ്പെസിഫൈ ദ ട്രാൻസാക്ഷൻ ID. സോ ദിസ് ഇസ് ദ കേസ് ഇൻ കോർബ ട്രാൻസാക്ഷൻ സർവീസ്. ഓക്കെ, നൗ ഒരു ഹിസ്റ്ററി ലൈഫ് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ്റെ, വെദർ ഇറ്റ് ഇസ് സക്സസ്ഫുൾ ആണെങ്കിൽ എങ്ങനെയാണ്, അബോട്ടഡ് ബൈ ക്ലയൻറ്റ്, അബോട്ടഡ് ബൈ സെർവർ. ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ ആദ്യം ഓപ്പൺ ചെയ്തു, ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു, ക്ലോസ് ചെയ്തു. അബോട്ടഡ് ബൈ ക്ലയൻറ്റ് ആണെങ്കിൽ ഓപ്പൺ ട്രാൻസാക്ഷൻ, ഓപ്പറേഷൻ പെർഫോം ചെയ്തു, ഫൈനലി ക്ലയൻറ്റ് അത് അബോട്ട് ചെയ്തു. ഇനി സെർവർ അബോട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ട്രാൻസാക്ഷൻ 1-2 ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സെർവർ അബോട്ട് ചെയ്തു, എറർ റിപ്പോർട്ടഡ് ടു ക്ലയൻറ്റിനോട് പറയും എന്തോ കാരണത്താൽ സെർവർ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ കംപ്ലീഷൻ ആണെങ്കിൽ ക്ലയൻറ്റ് മേക്സ് എ ക്ലോസ് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഈസ് കമ്മിറ്റഡ്. This constitutes a promise to the client that all the changes requested in the transaction are permanently recorded. അപ്പോൾ ഒരു കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പ്രോമിസാണ്. എന്ത്? എല്ലാ ചേഞ്ചസും പെർമനൻ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഫ്യൂച്ചർ ട്രാൻസാക്ഷനും ആ ഡേറ്റ ആക്സസ് ചെയ്യുമ്പോൾ എല്ലാ ചേഞ്ചസോടുകൂടി തന്നെ അതിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി the transaction may have to abort for one of several reasons related to the nature of the transaction itself or the crashing of process or computer. ചിലപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ നേച്ചറിൽ എന്തെങ്കിലും ഇത് കാരണം അബോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോസസ്സ് ഓർ കമ്പ്യൂട്ടർ ക്രാഷ് ആവുമ്പോൾ
aborted ആവാം. Okay, so when a transaction is aborted, the parties involved must ensure that none of its effects are visible to future transaction, either in the objects or in their copies in permanent storage. അപ്പോൾ അബോർട്ട് ചെയ്ത ട്രാൻസാക്ഷൻ്റെ ഒരു എഫക്ട്സും ഒരിടത്തും റിഫ്ലക്റ്റ് ചെയ്യരുത്, ഒബ്ജക്ട്സിലും അതിൻ്റെ കോപ്പീസിലും ഒന്നും റിഫ്ലക്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നുമല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലയൻറ്റോ സെർവറോ അത് അബോർട്ട് ചെയ്യും. ഓക്കെ, ഇനി സർവീസ് ആക്ഷൻസ് റിലേറ്റഡ് ടു പ്രോസസ് ക്രാഷസ്. അപ്പോൾ ഒരു സെർവർ പ്രോസസ്സ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇവഞ്ച്വലി റീപ്ലേസ് ചെയ്യും നമ്മൾ. അതായത് പ്രോസസ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സമയമെടുത്ത് അത് കറക്റ്റ് ചെയ്യും, കാരണം ക്ലയൻസ് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ ന്യൂ സെർവർ പ്രോസസ്സ്, അപ്പോൾ ഒരെണ്ണം ക്രാഷായി, അപ്പോൾ പുതിയതായിട്ട് പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യണേ എനി അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കും. And it uses a recovery procedure to restore the values of the objects to the values produced by the most recently committed transaction. അതായത് ഇപ്പം എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ ക്രാഷ് ആയത്, അപ്പോൾ അത് റിക്കവറി പ്രൊസീജിയർ വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് റീസെൻ്റ്ലി കമ്മിറ്റഡ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. കാരണം ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസി വരും, അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യും. ഇനി ക്ലയൻറ്റ് ആക്ഷൻസ് റിലേറ്റഡ് ടു സെർവർ പ്രോസസ് ക്രാഷസ് ആണെങ്കിൽ ക്ലയൻറ്റിന് അറിയണം സെർവർ ക്രാഷ് ആയോ ഇല്ലയോ എന്ന്. അപ്പോൾ യൂഷ്വലി ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഒരു ടൈം ഔട്ട് കഴിയുമ്പോൾ ഇറ്റ് വിൽ റിട്ടേൺ സം എക്സെപ്ഷൻ, ആൻഡ് അത് വെച്ചിട്ട് ക്ലയൻറ്റിന് മനസ്സിലാവും സെർവർ ക്രാഷായി, ഇനി ട്രാൻസാക്ഷൻ ഇസ് നോ ലോങ്ങർ വാലിഡ്. ഓക്കെ, നൗ വിൽ ഡിസ്കസ് കൺകറൻസി കൺട്രോൾ. ട്രാൻസാക്ഷൻസിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസസിനെ കുറിച്ച് പറഞ്ഞു. നൗ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഓഫ് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻസ് ഇൻ്റർനെറ്റിലാവുമ്പോൾ കൺകറൻസി ഇല്ലാതെ പറ്റില്ല, എന്തായാലും കൺകറൻസി വിൽ ബി ദെയർ. അപ്പം നമ്മൾ അതിനെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ടി ആൻഡ് ട്രാൻസാക്ഷൻ യു. രണ്ടുപേരും ആ ബ്ലൂ കളേർഡ് ബോക്സിൽ കാണിക്കുന്നതാണ് ട്രാൻസാക്ഷൻ, താഴെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷനും സ്വിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടുപേരും ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, ABC, 3 ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട് ABC. എയിലെ ഇനീഷ്യൽ ബാലൻസ് $100, ബിയിലെ $200 ആൻഡ് സിയിലെ $300. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ടി ഈസ് ട്രൈങ് ടു ട്രാൻസ്ഫർ ആൻ എമൗണ്ട് ഫ്രം അക്കൗണ്ട് എ ടു അക്കൗണ്ട് ബി. യു ആണെങ്കിൽ സിയിൽ നിന്ന് ബിയിലേക്ക്. രണ്ട് കേസിലും അക്കൗണ്ട് ബിയുടെ ഇപ്പോഴത്തെ ബാലൻസിനെ അവരൊരു 10% ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഓപ്പറേഷൻ ഇസ് ഇൻക്രിമെൻറ്റിങ് ദ ബാലൻസ് ബൈ 10%. അപ്പോൾ ബിയിലെ ഇനീഷ്യൽ ബാലൻസ് 200 ആണ്. അപ്പോൾ എ 10% ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എത്ര കൂടും? 20 റുപ്പീസ് കൂടും. അപ്പോൾ 220 ആവും. ദെൻ അത് വെച്ചിട്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ബാലൻസ് 220 ഉണ്ട്, അതിൻ്റെ വീണ്ടും 10% ഇൻക്രിമെൻറ്റ് ചെയ്താൽ വീണ്ടും 22 ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ അറ്റ് ദ എൻഡ് ഓഫ് ബോത്ത് ട്രാൻസാക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ട് $242 ആണ്. പക്ഷേ അങ്ങനെ വരില്ല എന്നാണ് നമ്മൾ ഇങ്ങനെ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ അത് വരില്ല. അതാണ് നമ്മളിവിടെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എക്സിക്യൂട്ട്, അപ്പോൾ ഇവിടെ ഗെറ്റ് ബാലൻസ്, ബിയുടെ ബാലൻസ് എടുത്തു, ബാലൻസ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൽ, എന്നിട്ട് ബിയുടെ ബാലൻസ് ഇൻറ്റു 1.1 10% ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ എയിൽ നിന്നൊരു വിത്ഡ്രോ ഓപ്പറേഷനും കൂടെ കാണിച്ചിട്ടുണ്ട്. സിമിലർലി ഇവിടെ ട്രാൻസാക്ഷൻ യുയിലും ബാലൻസ് ഗെറ്റ് ചെയ്തു, ബാലൻസ് ഇൻക്രിമെൻറ്റ് ചെയ്തു ബൈ 10%. ദെൻ സി, അനദർ ഓപ്പറേഷൻ ഈസ് ഓൺ സി. രണ്ട് വ്യത്യസ്ത ആൾക്കാരിലാവുമ്പോൾ വലിയ പ്രശ്നമില്ല. ബി ആണ് നമ്മുടെ ഫോക്കസ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷനും നോക്കാം.
ബാലൻസ് ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് ബാലൻസ്. ബിയുടെ ബാലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു 200 ആണ്. ഇപ്പം ബാലൻസ് എന്നുള്ള വേരിയബിളിൽ ഇപ്പം 200 ഉണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻ യുയിലേക്ക് കൺട്രോൾ പോയി കേട്ടോ. അവിടെയും ബാലൻസ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു 200. അതിനുശേഷം ബി സെറ്റ് ബാലൻസ് 1.1 കൊണ്ട് ഇൻറ്റു ചെയ്തു ബാലൻസിനെ. അപ്പോൾ 10% ഓഫ് 200 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 കൂടി ഇത് ഇവിടെ 220 ആയി. പക്ഷേ ഇവർ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൺട്രോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അതായത് പെർമനൻറ്റ് സ്റ്റോറേജിലേക്ക് അപ്ഡേറ്റ് ചെയ്തില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കൺട്രോൾ ട്രാൻസാക്ഷൻ ടിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ബാലൻസ് എടുക്കുമ്പോൾ ആ ബാലൻസ് അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഏത് ബാലൻസ് തന്നെയാണ്? 200 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ 200നെ തന്നെയാണ് ട്രാൻസാക്ഷൻ ടി 20% കൂടുന്നത്. അപ്പോൾ ഇവിടെയും 220 ആയി. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യുയിലും ബാലൻസ് 220, ബി ട്രാൻസാക്ഷൻ ടിയിലും ബാലൻസ് 220 തന്നെയാണ്. അല്ലാതെ ഈ അപ്ഡേറ്റ് ടിക്ക് കിട്ടിയിട്ടില്ല. So that is called a lost update. അതായത് an update of 10% by transaction U is lost. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ലോസ്റ്റായി? ടിക്ക് ലോസ്റ്റായി. ഓക്കെ, അപ്പോൾ ടിയുടെ സൈഡിൽ അത് ഇവിടെ ഫെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ബാലൻസ് വെച്ചിട്ട് തന്നെ അതും ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എ ഡോട്ട് വിത്ഡ്രോ. ഇത് ബാലൻസ് ബൈ 10 ബാലൻസ് ഇസ് 200 ആണ് ബാലൻസ് വേരിയബിൾ ഉള്ളത്. ബൈ 10 എന്ന് പറയുമ്പോൾ 20 എയിൽ നിന്ന് വിത്ഡ്രോ ചെയ്യും. അപ്പോൾ എ 80 ആയി. സിമിലർലി ഈ സൈഡിലും സിന്ന് സി 300 ആണ് ഇനീഷ്യലി, അവിടെ നിന്നും 20 വിത്ഡ്രോ ചെയ്യും, 280 ആയി. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് കോൾഡ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ബോധേടാവണ്ട. പക്ഷെ ഈ ഒരു ബാലൻസ് അപ്ഡേറ്റ് ചെയ്തത് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ 220, പിന്നെ അതിന് 22 10% എന്ന് പറയുമ്പോൾ 22 ആഡ് ചെയ്ത് 242 ആയേനെ. പക്ഷെ അത് സംഭവിച്ചില്ല. ബിക്കോസ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് അത് പെർമനൻറ്റ് സ്റ്റോറേജിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രാൻസാക്ഷൻ ടിയിലേക്ക് കൺട്രോൾ വന്നു. സോ ടി ഇസ് ടേക്കിംഗ് ദ പ്രീവിയസ് വാല്യൂ ദാറ്റ് ഇസ് ഓൾറെഡി ഫെച്ച്ഡ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ ഒന്നോടെ ബാലൻസ് ഒക്കെ ഫെച്ച് ചെയ്തിരുന്നെങ്കിൽ ഇത് അപ്ഡേറ്റഡ് ആയേനെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ എക്സ്പ്ലനേഷൻ. ഓക്കെ, നൗ അനദർ പ്രോബ്ലം ഇസ് ഇൻകൺസിസ്റ്റന്റ് റിട്രീവൽ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിളാണ്. ഒരു ബ്രാഞ്ചിലെ ഫുൾ അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ബ്രാഞ്ച് ടോട്ടൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ട്രാൻസാക്ഷൻ W എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബൈ ദ ടൈം ട്രാൻസാക്ഷൻ V ഈസ് പെർഫോമിംഗ് 2 concurrent operations, A dot withdraw 100 and B dot deposit 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ്. രണ്ട് അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഇനീഷ്യലി 200 ആണ് കേട്ടോ. അപ്പോൾ ബ്രാഞ്ച് ടോട്ടൽ വഴി കിട്ടുന്ന റിസൾട്ടും അല്ലാതെ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വിത്ഡ്രോ എയിൽ നിന്ന് 100 വിത്ഡ്രോ ചെയ്യുന്നുണ്ട്, ബിയിലേക്ക് 100 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രാഞ്ച് ടോട്ടൽ എന്ന് പറഞ്ഞ മെത്തേഡ് മാത്രമേ ഇൻവോക്ക് ചെയ്യുന്നുള്ളൂ. സോ വിൽ സി ബ്രാഞ്ച് ടോട്ടൽ കിട്ടാൻ വേണ്ടി ഓരോ അക്കൗണ്ടിലും ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് അതായത് ഓരോ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന ഡിഫറൻസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് എ ഈസ് ഇനീഷ്യലി 200 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബോത്ത് ആർ ഇനീഷ്യലി $200. സോ എ ഡോട്ട് വിത്ഡ്രോ 100 എയിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. സോ വാട്ട് ഈസ് ദ ബാലൻസ്? $100. അതിനുശേഷം കൺട്രോള് ഇപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്തു. ടോട്ടൽ ഈക്വൽ ടു എ ഡോട്ട് ഗെറ്റ് ബാലൻസ്. എയുടെ ബാലൻസ് ഗെറ്റ് ചെയ്യുകയാണ്. എയുടെ ബാലൻസ് ഇവിടെ ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 100 ആയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇറ്റ് ഇസ് 100. നൗ ടോട്ടൽ ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് ബാലൻസ്. ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് ഇത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബിയുടെ ബാലൻസും ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ ബിയുടെ ബാലൻസ് 200 ആണ് ഇനീഷ്യലി. ഓക്കെ, അപ്പോൾ $300. സി തൽക്കാലം നമ്മൾ ബോദർ ചെയ്യുന്നില്ല.
അതിനുശേഷം കൺട്രോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും ബിയിലിട്ട് 100 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബി ഇനീഷ്യലി 200 ആയിരുന്നു, 100 കൂടെ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 300 ആയി. ഓക്കെ, അപ്പോൾ അറ്റ് ദ എൻഡ് ഇവിടെ ടോട്ടൽ ശരിക്കും $400 ഉണ്ട്. ഇൻഡിവിജ്വലി രണ്ടുപേരുടെ ബാലൻസ് എടുത്ത് ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടേണ്ടത്? $400 ആണ്. കാരണം ഇവിടെ 100 ഉണ്ട്, ഇവിടെ 300 ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും ബാലൻസ് എടുത്തപ്പോൾ ഇവിടെ ഈ ഓപ്പറേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ബാലൻസ് എടുത്തത് കൊണ്ട് ഇവിടെ രണ്ടുപേരുടെയും കൂടെ ബാലൻസ് എത്ര കിട്ടുന്നത്? 300 ആണ്. സോ ദാറ്റ് ഇസ് ആൻ ഇൻകൺസിസ്റ്റൻസി അല്ലേ? അതായത് ഇവിടെ രണ്ടുപേരുടെ ബാലൻസ് ആഡ് ചെയ്തപ്പോൾ 300ഉം ഇവിടെ രണ്ടുപേരുടെ ബാലൻസും കൂടെ എടുത്ത് നോക്കിയാൽ 400ഉം ഉണ്ട്. Okay, so that is called inconsistent retrieval. So W's retrievals are inconsistent because V has performed only withdrawal part of the transfer at the time sum is calculated. ഈ സം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഈ ഓപ്പറേഷന്റെ വിത്ഡ്രോവൽ പാർട്ട് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഡെപ്പോസിറ്റും കൂടെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ബ്രാഞ്ച് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഓരോ ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻ ഇൻകൺസിസ്റ്റന്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് അവർ പറയുന്നതാണ് സീരിയൽ ഇക്വലൻസ്. അതായത് കൺകറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർലീവിങ് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ സ്വിച്ച് ചെയ്യും. പക്ഷേ ചില ഓപ്പറേഷൻസിന്റെ ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ചെയ്യരുത്. അതായത് അവരെ ഒരു സീരിയലി തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണം സ്വിച്ച് ചെയ്യാൻ. ആ ഒരു കൺസെപ്റ്റാണ് serial equivalence എന്ന് പറയുന്നത്. An interleaving of operation of transaction in which the combined effect is same as if the transactions had been performed one at a time in some order is a serially equivalent interleaving. അതായത് ഒരു ഓർഡറിൽ നടന്ന പോലെ ഉള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലത്തിന്റെ സീരിയൽ ഇക്വലന്റ് ഇന്റർലീവിംഗ് കാണിച്ചേക്കുവാണ്. അവിടെ ഇടയ്ക്ക് വെച്ച് കൺട്രോൾ അപ്പുറത്തോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബാലൻസ് കിട്ടാതിരുന്നത്. അപ്പൊ ഇവിടെ ഇവരിത് എങ്ങനെയാക്കി? ആദ്യം ബാലൻസ് ഗെറ്റ് ചെയ്തു, ബാലൻസ് അപ്ഡേറ്റ് ചെയ്തു, അതിനുശേഷം ട്രാൻസാക്ഷൻ യു ആ ബാലൻസ് വീണ്ടും ഫെച്ച് ചെയ്തു. കണ്ടോ, ബാലൻസ് ഈക്വൽ ടു, അതായത് ഒരു റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഒരു റീഡ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ഡേറ്റഡ് ഡേറ്റ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് ഇവിടെ കിട്ടി 220. അതിനുശേഷം അത് ഇൻക്രിമെന്റ് ചെയ്തു, അപ്പൊ 242. ഓക്കെ, എയും സിയും സെയിം തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് സീരിയലി ഇക്വലന്റ്. ഇനി തൊട്ട് മുമ്പേ കണ്ട ഇൻകൺസിസ്റ്റന്റ് റിട്രീവലിന് അവര് ആദ്യം എ വിത്ഡ്രോ ചെയ്തു, അപ്പൊ 100 ആയി. ദെൻ ബിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു 100, അപ്പൊ 300 ആയി. അതിനുശേഷം മാത്രമാണ് ഓരോരുത്തരുടെയും ബാലൻസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ ഈക്വൽ ടു എ ഡോട്ട് ഗെറ്റ് ബാലൻസ് 100 കിട്ടി, ബി ഡോട്ട് ഗെറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്രയുണ്ട്? 300 കിട്ടും. അത് ഇതിന്റെ ടോട്ടലിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 400 കിട്ടും. അപ്പൊ രണ്ടിടത്തും ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിലും 400, ഇവിടെ ഫംഗ്ഷൻ വെച്ച് എടുക്കുമ്പോഴും 400 തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സീരിയൽ ഇക്വലൻസ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കൺകറന്റ് ട്രാൻസാക്ഷൻസിന് അവരെ ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ 2 മെയിൻ പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. വൺ ഇസ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ആൻഡ് അനദർ ഇസ് ഇൻകൺസിസ്റ്റന്റ് റിട്രീവൽ പ്രോബ്ലം. അതിനൊരു സൊല്യൂഷനായിട്ട് സീരിയൽ ഇക്വലൻസ് ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ.